ഒരേ കാര്യം പലതവണ പറയുന്നത് ആവർത്തന വിരസതയാണ്. പക്ഷേ ആവർത്തിക്കേണ്ടി വരുന്നു എന്നതിലാണ് ആ വിഷയത്തിന്റെ ആകെ പ്രസക്തി എന്നതിനാൽ അത് ആവർത്തിച്ചു പറയാതെ രക്ഷയില്ല. അതുകൊണ്ടാണ് ഗാസയെക്കുറിച്ച്, അവിടെ പിടഞ്ഞു വീഴുന്ന നിരപരാധികളായ കുഞ്ഞുങ്ങളെക്കുറിച്ച്, മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരെക്കുറിച്ച്, കൂടപ്പിറപ്പുകളെ നഷ്ടപ്പെട്ട മനുഷ്യരെക്കുറിച്ചൊക്കെ പിന്നെയും പറയേണ്ടി വരുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരിച്ചത് 300ഓളം പേര്. പതിവ് പോലെ ഇസ്രയേൽ പറയുന്നുണ്ട്, ഞങ്ങൾ ആക്രമിച്ചത് തീവ്രവാദ കേന്ദ്രങ്ങളെയാണെന്ന്, ലക്ഷ്യമിട്ടത് ഹമാസ് കേന്ദ്രങ്ങളെയാണെന്ന്. ഇസ്രയേൽ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറമില്ല. ലോകം പിന്നെ അത് വിശ്വസിച്ചുകൊള്ളും. അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമൊക്കെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതേ പറയൂ. ഗാസയിലെ കൂട്ടക്കുരുതി കേവലം തീവ്രവാദ വിരുദ്ധ നടപടിയായി പതിവ് പോലെ ഇന്നലകളിലേക്ക് എഴുതപ്പെടും. അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ പോലും ലോകത്തിലെ ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം കണ്ണു നനയിക്കുന്ന കാഴ്ചകളായി അസ്തമിക്കപ്പെടും. ജനുവരി 19 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ക്രൂരത. ഈ ചോരക്കളിക്ക് നമ്മുടെ മാധ്യമങ്ങൾ പോലും നൽകുന്ന നിർവചനം ഇസ്രായേലിന്റെ സൈനിക നടപടിയെന്നാണ്. നിരായുധരും നിസ്സഹായരുമായ ഒരു ജനതയ്ക്കുമേൽ നടത്തുന്ന ഏകപക്ഷീയമായ നരഹത്യയ്ക്കു പോലും സൈനിക നടപടിയെന്ന പരമാധികാര ബോധം ചമയ്ക്കപ്പെടുന്നത് എത്രമാത്രം അപകടകരവും മനുഷ്യത്വരഹിതവുമാണ്. ജനുവരിയിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരുന്നു. 3 ഘട്ടങ്ങളായിട്ടായിരുന്നു കരാർ. ഇതിന് പിന്നാലെയായിരുന്നു ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണം നടന്നത്. വെടിനിർത്തൽ നീട്ടാനുള്ള അമേരിക്കൻ നിർദ്ദേശം ഹമാസ് നിരസിച്ചതാണ് ആക്രമണ കാരണമായി ഇസ്രായേൽ പറയുന്നത്. അതേസമയം വെടിനിർത്തൽ ഇസ്രായേൽ തുടർച്ചയായി ലംഘിക്കുന്നുവെന്നും സഹായങ്ങൾ തടയുന്നുവെന്നുമാണ് നേരത്തെ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടെ ഹമാസ് പ്രതികരിച്ചത്. അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ച ശേഷമാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ വാദം. അമേരിക്കയാണെങ്കിൽ നേരത്തെ തന്നെ ഗാസയിൽ ആക്രമണ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. പലസ്തീനികളെ ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കണമെന്നതാണ് ഡൊണാൾഡ് ട്രംപ് അണിയറയിൽ തയ്യാറാക്കുന്ന പദ്ധതി. ഇതുൾപ്പെടെയുള്ള അമേരിക്കൻ താൽപര്യത്തിന് വഴങ്ങിയില്ലെങ്കിൽ സാമ്പത്തിക സഹായം നിർത്തുമെന്ന ഭീഷണി ഗൾഫ് രാജ്യങ്ങൾക്കടക്കം ട്രംപ് നൽകിക്കഴിഞ്ഞു. സ്വന്തം നാട്ടിൽ അഴിമതിക്ക് വിചാരണ നേരിടുന്ന നെതന്യാഹുവും രണ്ടാമത് അധികാരത്തിലേറിയ ശേഷം അധിനിവേശ നയവും വംശീയതയും തീവ്രമാക്കുന്ന ട്രംപും ഗാസയെ പ്രധാന ആക്രമണ മുനമ്പാക്കുമ്പോൾ ലോകം നിസ്സഹായതയോടെ കൈകെട്ടി നോക്കി നിൽക്കുന്നതാണ് കാണാനാകുന്നത്. 15 മാസത്തോളം നീണ്ട രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷമാണ് ഗാസയിൽ ഇടക്കാലത്ത് വെടിനിർത്തലിന്റെ രൂപത്തിൽ ശാന്തിയുടെ സൂര്യൻ ഉദിച്ചത്. എന്നാൽ അത് ക്ഷണികമാണെന്ന് ലോകത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആക്രമണങ്ങൾ. ഒരു വശത്ത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന ദൂതനായി വേഷമിടുമ്പോൾ തന്നെയാണ് മറുവശത്ത് ഒരു വിഭാഗത്തെ കശാപ്പു ചെയ്യാനുള്ള മൗനാനുവാദവും ട്രംപ് നൽകുന്നത്. അധിനിവേശ ശക്തികളുടെ താൽപര്യങ്ങൾക്കുള്ള ബലപരീക്ഷണ വേദിയായി ഗാസ മാറുമ്പോൾ നിലയ്ക്കാത്ത നിലവിളികളും നിശ്ചലമാകുന്ന ഹൃദയതുടിപ്പുകളും മാത്രം ശേഷിക്കുന്ന ഒരു ചുടലപ്പറമ്പായി അവിടെ മാറുന്ന കാലം വിദൂരമല്ല.